മഹാഭൂരിപക്ഷം വരുന്നവര് റബ്ബർ വെട്ടാൻ പോകുന്ന തോട്ടം തൊഴിലാളികളുടെ മക്കളാണ്. പൈസ ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് ഈ വലിയ സമ്പത്ത് ചെലവാക്കി വരുന്ന സ്കൂളുകളോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി പൈസ മുടക്കിയാലേ ഇത് കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ചില രക്ഷിതാക്കൾ ആ രീതിയിലേക്ക് വരുന്നു. ചിലപ്പം പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരിക്കലും അത് രക്ഷിതാക്കൾ വളരെ വിജിലന്റ് ആണ്. പല ഇൻട്രോവർട്ടഡ് ആയിട്ടുള്ള കുട്ടികൾ, വളരെ അന്തർമുഖന്മാരായി ക്ലാസ് മുറികളിൽ ഒതുങ്ങിയിരുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലാണ്. അവർ ഇതിനെയൊക്കെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലാണ് അതിനെ കെയർ ചെയ്തത്. ഒരു കാരണവശാലും ഒരു കുട്ടി 1200 മാർക്ക് വാങ്ങുന്ന കുട്ടി, എഞ്ചിനീയറിംഗിന്റോ മെഡിസിനോ എൻട്രൻസിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടുന്ന കുട്ടി എന്തുകൊണ്ട് തൊഴിലിടത്ത് സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കുട്ടിക്ക് കിട്ടാതെ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കലോത്സവങ്ങൾ പണക്കൊഴുപ്പിന്റെ മേളകളാകുന്നുവോ? ഹലോ 1 മിനിറ്റ്. മാഷ എവിടെ നിന്നാ വരുന്നത്? ഞാൻ നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി. മത്സരം എന്താണ്? എന്റെ മത്സരം മംഗലംകളി. എത്ര കുട്ടികളുണ്ട്? 12 കുട്ടികളുണ്ട്. ഈ സ്കൂൾ കലോത്സവങ്ങളിലെ കുട്ടികളുടെ അഭിരുചികൾ വാർത്തെടുക്കുന്നതിൽ പണക്കൊഴുപ്പിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. പാലോട് എന്ന് പറയുന്ന ഈ നന്ദിയോട് പഞ്ചായത്ത്, പെരിങ്ങമല പഞ്ചായത്തിലെ കുട്ടികളാണ് ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്നത്. സാറിന്റെ സ്കൂൾ എവിടെയാണ്? നന്ദിയോട് SKVHSS ആണ്. മഹാഭൂരിപക്ഷം വരുന്നവര് റബ്ബർ വെട്ടാൻ പോകുന്ന തോട്ടം തൊഴിലാളികളുടെ മക്കളാണ്. ചില ഫാമിലി എന്ന് പറയുന്നത് ബ്രോക്കൺ ഫാമിലികളാണ്. അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ടതോ അച്ഛൻ മരണപ്പെട്ടു പോയതോ ആയിട്ടുള്ള കുട്ടികളൊക്കെ, അവരുടെയൊക്കെ അമ്മമാരൊക്കെ തൊഴിലുറപ്പിന് പോയും ഓട്ടോറിക്ഷ ഓടിച്ചും ഒക്കെ ജീവിക്കുന്ന, കാരണം അവർക്ക് അന്നന്നത്തെ ചെലവ് നടത്താനുള്ള വളരെ പ്രയാസം നേരിടുന്നവരാണ്. പക്ഷെ ആ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് ഈ വലിയ സമ്പത്ത് ചെലവാക്കി വരുന്ന സ്കൂളുകളോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരു രീതിയിൽ ചോദിച്ചാൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ഇനി മറ്റൊരു രീതിയിൽ ഇനി പൈസ മുടക്കിയാലേ ഇത് കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ചില രക്ഷിതാക്കൾ ആ രീതിയിലേക്ക് വരുന്നു. ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ 15 വർഷമായിട്ട് വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് സ്റ്റേറ്റിലും ജില്ലയിലും സബ് ജില്ലാ തലത്തിലൊക്കെ കൊണ്ടുപോകുന്ന ആളാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണാൻ പലപ്പോഴും ഞങ്ങളുടെ ജഡ്ജസായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി ആയിട്ടൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ നന്നായി പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വരും, പക്ഷെ അതിന് റിസൾട്ട് കൊടുക്കത്തില്ല. ജഡ്ജസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ സ്വാധീനത്തിന്റെ ചിലപ്പം പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരിക്കലും അത് ഇപ്പൊ കൃത്യമായി തന്നെ നമ്മുടെ പുതിയ പൈലവും പുതിയ രീതിയൊക്കെ വന്നതോടുകൂടി തന്നെ അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി. രക്ഷിതാക്കൾ വളരെ വിജിലന്റ് ആണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത മാറ്റമുണ്ട്. പല ഇൻട്രോവർട്ടഡ് ആയിട്ടുള്ള കുട്ടികൾ, വളരെ അന്തർമുഖന്മാരായി ക്ലാസ് മുറികളിൽ ഒതുങ്ങിയിരുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ കൊണ്ടുപോയ സ്കൂളാണ് ഞങ്ങൾ. ഈ വർഷവും ഞങ്ങൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള 2 കുട്ടികളെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തെ ഒന്നാകെ കലോത്സവത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഒരു നേട്ടമാണ്. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലാണ്. അവർ ഇതിനെയൊക്കെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലാണ് അതിനെ കെയർ ചെയ്തത്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ചട്ടം, അവരുടെ നിർബന്ധം. ആ രീതിയിൽ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സമ്പൂർണമായ വികാസത്തിന് ഏറ്റവും ഉതകുന്ന ഒന്നാണ്. ഒരു കുട്ടി 1200 മാർക്ക് വാങ്ങുന്ന കുട്ടി, എഞ്ചിനീയറിംഗിന്റോ മെഡിസിനോ എൻട്രൻസിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടുന്ന കുട്ടി എന്തുകൊണ്ട് തൊഴിലിടത്ത് സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, ആ കുട്ടി ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങി പോകുന്നു. മറ്റു കാര്യങ്ങളെ കുറിച്ച് ആ കുട്ടിക്ക് അറിയില്ല. അല്ലെങ്കിൽ അതൊരു രക്ഷിതാക്കൾക്ക് ഒരു സന്ദേശമാകട്ടെ. അതെ, രക്ഷകർത്താക്കളോട് എനിക്ക് വളരെ എളിയ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഒരു കാരണവശാലും കുട്ടികൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ വിലക്കാൻ പാടില്ല. ഇതും പഠനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിലൊക്കെ പെർഫോം ചെയ്യുന്ന കുട്ടികൾ പഠനത്തിൽ ഉന്നത നിലവാരം കാണിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാനൊരു പഴയ കലോത്സവക്കാരനാണ്, ഞാനൊരു പഴയ നാടകക്കാരനാണ്. ഞാൻ നാടകത്തിലും മോണോ ആക്ടിലും ഒക്കെ മത്സരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ പഠനത്തെ ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് വാങ്ങിയാണ് പാസ് ഔട്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷിതാക്കളോട് പറയുന്നത്, ട്യൂട്ടോറിയൽക്കാരുടെ അഭിപ്രായം ആകരുത്. കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക്
സങ്കടം തോന്നാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമ്മൾ ഒന്നാം സ്ഥലത്ത് എത്തുന്ന കുട്ടിക്ക് കിട്ടാതെ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എനിക്കറിയാം, ഇപ്പൊ മംഗലം കളി പഠിപ്പിക്കാൻ വന്നതും അല്ലെങ്കിൽ നാടൻപാട്ട് പഠിപ്പിക്കുന്ന അധ്യാപകര് ലക്ഷങ്ങൾ വാങ്ങുന്ന സാർ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ നിമിഷം വരെയും, ഈ നിമിഷം വരെയും 1 രൂപ പോലും ഈ കുട്ടികളെ മേടിച്ചിട്ടില്ല. ഞങ്ങൾ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ മക്കൾക്കും വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് അധ്യാപകര് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കട്ടെ. സ്കൂൾ കലോത്സവങ്ങൾ പണക്കൊഴുപ്പിന്റെ മേളകളായി മാറുന്നുവെന്ന് ഒട്ടേറെ പേർ പരാതിപ്പെടുന്നു. എന്നാൽ അനുകൂലിച്ചും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാമൂഹ്യമായും ഇടപെടലുകൾ വേണമെന്നും മറ്റൊരു വിഭാഗം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.